ഹലോ നമസ്കാരം. ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സെറിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കുട്ടികളിൽ ഉണ്ടാകുന്ന പല്ലുകടിയെ കുറിച്ചാണ്. ടീത്ത് ഗ്രൈൻഡിങ്, അതുപോലെ ബ്രക്സിസം എന്ന് പറയുന്ന ഒരവസ്ഥ. ഇത് എന്തുകൊണ്ടാണ് കുട്ടികളിൽ ഇങ്ങനെ പല്ല് കടിക്കുന്നത് എന്നുള്ളത് ഒരുപാട് പാരന്റ്സ് നമ്മളോട് സംശയമായിട്ട് ചോദിക്കാറുണ്ട്. ഇതിന് ഒട്ടനവധി കാരണങ്ങളുണ്ട്. ഇത് കോമൺ ആണോ? കുട്ടികൾ ഇതിങ്ങനെ ചെയ്യുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണോ? ഒരു 30-40% വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ മറ്റു ചില അവസ്ഥകളുടെ ഭാഗമായിട്ടും കുട്ടികൾ പല്ല് കടിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പൊ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ദേഷ്യം വരുന്ന അവസരം. ഇപ്പോ നമുക്കറിയാം, പാരന്റ്സ് ഒക്കെ ഇടയ്ക്ക് വഴക്ക് പറയും അല്ലെ. വഴക്ക് പറയുമ്പോൾ ഇവർക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവരുടെ ദേഷ്യം ഇവരിറക്കുന്നത് പല്ല് കടിച്ചിട്ടാണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. രണ്ടാമത്തത് വളരെയധികം സ്ട്രെസ് ആയിരിക്കുന്ന സമയത്ത്, അതായത് ചിലപ്പോൾ അവർക്ക് ശരീരത്തിൽ എന്തെങ്കിലും പനിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഇപ്പോൾ ശാരീരികമായിട്ടുള്ള വേദനകളോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ട്, മൊത്തത്തിലൊരു സുഖമില്ലായ്മ ഉണ്ടെങ്കിൽ അതിന്റെ സ്ട്രെസ് ഒന്ന് കൂടുതലായിട്ട് ഉണ്ടാകും അല്ലെ. അപ്പൊ അത് കുറയ്ക്കാനായിട്ട് ഇവര് കണ്ടുപിടിക്കുന്ന ഒരു മാർഗമാണ് പല്ലുകടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ രീതിയിലും നമുക്ക് കാണിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടികളുടെ പല്ലിന്റെ അലൈൻമെന്റിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്ന സമയത്ത്, അതായത് അവരുടെ മാലൊക്ലൂഷൻ എന്നൊക്കെ നമുക്ക് വിളിക്കാം. ഇത് പല്ലുകൾ കറക്റ്റ് ആയിട്ടുള്ള ഓർഡറിലല്ല ഇരിക്കുന്നെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾ പല്ല് കടിക്കുന്ന രീതിയിലേക്ക് വരാറുണ്ട്. അപ്പൊ അതും ഒരു കാരണമാണ്. പിന്നെ അല്ലെങ്കിൽ പല്ല് മുളയ്ക്കുന്ന പ്രായത്തില്, പല്ല് ഉണ്ടാകുന്ന പ്രായത്തിൽ, ഇപ്പോ നമുക്കറിയാം പാൽപ്പല്ലുകൾ വന്നതിന് ശേഷമാണ് കുട്ടികൾക്ക് നല്ല പല്ലുകൾ വരുന്നത്. ഇപ്പൊ പാൽപ്പല്ലുകൾ പോയി പുതിയ പല്ലുകൾ വരുന്ന ആ ഒരു ടൈമിന്റെ ഭാഗമായിട്ടും കുട്ടികൾക്ക് ഇതുപോലെ പല്ല് കടിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കലശലായിട്ട് വയറുവേദന വരിക, അല്ലെങ്കിൽ ചെവി വേദന വരാം, എന്തെങ്കിലും ബുദ്ധിമുട്ട് ശാരീരികമായിട്ട് എന്തെങ്കിലും ചെറിയ പനിയുടെ ഭാഗമായിട്ട് വരാം, അങ്ങനെ എന്തെങ്കിലും വയറുവേദന വരാം. അപ്പൊ നമുക്കറിയാം കൃമിശല്യം, വരശല്യം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. കുട്ടികൾ ഒരുപാട് പേർക്ക് ഇത്തരം രീതിയിൽ വരശല്യം ഒക്കെ ഉണ്ടാവുന്നതായിട്ട് കാണാം. അപ്പോൾ കുട്ടികൾക്ക് ആറുമാസം കൂടുമ്പോൾ കുട്ടികൾ വേറെ ഇളക്കുക എന്ന് പറയുന്ന ചികിത്സയൊക്കെ ഉണ്ട്. അപ്പൊ ആ രീതിയിലൊക്കെ ചെയ്യേണ്ടതാണ്. പക്ഷെ ചില അവസ്ഥകളിൽ നമ്മൾ വയറിൽ ഇതേപോലെ വരശല്യമൊക്കെ വന്നതിന്റെ ഭാഗമായിട്ടും നമുക്ക് ഇത്തരത്തില് പല്ലുകടി എന്ന് പറയുന്ന അവസ്ഥ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചില കുട്ടികളിൽ ADHD എന്ന് പറയുന്ന കണ്ടീഷന്റെ ഭാഗമായിട്ട് പല്ലുകടി കാണാറുണ്ട്. ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഇതിന്റെ ഭാഗമായിട്ടും പല്ലുകടി കാണാറുണ്ട്. അപ്പോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ചില ശ്വാസം കിട്ടാതെ രാത്രിയിലൊക്കെ കുറെ നേരം പല്ല് കടിച്ചുകൊണ്ടിരിക്കുക. പാരന്റ്സ് വളരെ പേടിച്ചിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്, എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഭയങ്കര ഡൗട്ടായിട്ട് ചോദിക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പൊതുവെ ഇവർക്ക് ശ്വാസം കിട്ടാത്തൊരവസ്ഥ, മൂക്കിൽ എന്തെങ്കിലും ദശ വളർച്ചയോ അല്ലെങ്കിൽ മൂക്ക് അടഞ്ഞു പോകുന്ന എന്തെങ്കിലും ഒരു അവസ്ഥ വന്നിട്ടുണ്ട്, ബ്രീത്ത് കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല, നല്ല രീതിയിൽ കഫക്കെട്ടുണ്ട്, കഫം നിറഞ്ഞു കെട്ടിയിട്ട് കൃത്യമായിട്ട് ശ്വാസം കിട്ടാത്തൊരു അവസ്ഥ വരുന്നുണ്ട്. അതുപോലെ ചില അലർജി പ്രശ്നങ്ങളുള്ള കുട്ടികളിലൊക്കെ ഇങ്ങനെ പല്ലുകടി പോലത്തെ പ്രശ്നങ്ങൾ കാണാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന് ചികിത്സ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം നെക്സ്റ്റ് നമുക്ക് വരും. അതായത് കുട്ടികളുടെ അവസ്ഥ അനുസരിച്ച്, ഇപ്പോ സാധാരണ വളരെ കോമൺ ആയിട്ട് ഒരു സ്ട്രെസ്സിന്റെ ഭാഗമായിട്ടാണ് കുട്ടി പല്ല് കടിക്കുന്നത്, ഏതെങ്കിലും 1-2 ദിവസമായിട്ട് പല്ല് കടിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് നമ്മൾ കൃത്യമായിട്ട് അവരെ നോക്കി ഒബ്സർവ് ചെയ്തിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പയ്യെ മാറുന്നുണ്ടെങ്കിൽ അതിന് വലിയ ചികിത്സയുടെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഒരു കൃമിശല്യം ഉണ്ട്, വരശല്യം ഉണ്ട്, കൂടാതെ കുട്ടിക്ക് ടീത്ത് അലൈൻമെന്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ കുട്ടിക്ക് പുതിയ പല്ല് വരുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഇതാണ്, അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും ഒരു പനിയോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ അങ്ങനത്തെ ഭാഗമായിട്ടാണോ ഇങ്ങനെ പല്ല് കടിക്കുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ചികിത്സ ആവശ്യമായിട്ട് വരും. അതുപോലെ ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഉണ്ടെങ്കിൽ അപ്പോൾ കാരണത്തിനെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ കാരണം എന്ന് പറയുന്നത് കുട്ടി എന്തുകൊണ്ട് പല്ല് കഴിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ അതനുസരിച്ചിട്ടാണ് ചികിത്സ ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രെസ്സോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഒരു ദേഷ്യത്തിന്റെ പുറത്തൊക്കെയുള്ള പല്ലുകടി അത് പയ്യെ മാറി വന്നോളും. പക്ഷെ അമിതമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വൈദ്യസഹായം തേടേണ്ടതാണ്. തീർച്ചയായിട്ടും നമുക്ക് ആയുർവേദ രീതിയിലുള്ള ചികിത്സകളുണ്ട്. അത്തരം രീതിയിൽ പൂർണ്ണമായിട്ട് ഭേദപ്പെടുത്താൻ പറ്റും. ഇതൊരു വലിയൊരു മാറാരോഗമൊന്നുമല്ല, പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരു പാരന്റ്സ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. തീർച്ചയായിട്ടും കുട്ടികൾക്ക് ചികിത്സ കൊടുത്ത് പൂർണ്ണമായിട്ട് ആ ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് ആയുർവേദത്തിലൂടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, ബൈ.